ഹലോ, വെൽക്കംസ് ടു കിച്ചീസ് ക്രിയേഷൻ. പിന്നെ എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് തിരുവനന്തപുരം സ്പെഷ്യലായ ഒരു തേങ്ങാച്ചോറാണ്. അപ്പോൾ ഈ തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് അരിയാണ് ഉപയോഗിക്കുന്നത് ആ അരി തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് അരിയാണ് നിങ്ങളുടെ വീട്ടിൽ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ അരി എടുക്കാം. ഈ അരി നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി വെള്ളമെല്ലാം പോവാനായിട്ട് വെക്കണം. അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. നമ്മളിവിടെ 1 തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് അരി എടുത്തത് കൊണ്ട് 6 കപ്പ് തേങ്ങാപ്പാൽ വേണം. 1 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് ഒരു 6 കപ്പ് കിട്ടുന്നത് വരെ പിഴിഞ്ഞ് എടുക്കണം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് കറിവേപ്പില, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങളാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്ലാസ്സിൽ
2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് 6 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അപ്പോഴേ അരി ഇടുമ്പോൾ കറക്റ്റ് ഉപ്പ് ആയി കിട്ടുകയുള്ളൂ. ഇനി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിയിടാം. തേങ്ങാപ്പാൽ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം. തേങ്ങാപ്പാലായതുകൊണ്ട് തിളച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അടുത്ത് നിന്നിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം. സാധാരണ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെയല്ല. അതാകുമ്പോൾ കുറച്ച് ചൂടാറിയാലും എടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചോറ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നനവുള്ളതുപോലെ തോന്നും. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ തേങ്ങാച്ചോറ് നന്നായിട്ട് ചൂടാറിയപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്.
ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ ഏത് കറി വേണമെങ്കിലും കൂട്ടിക്കഴിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.